അങ്ങനെ ഗാർഗെ ചോദിച്ച് മുട്ടൻ പണി വാങ്ങി. പറഞ്ഞു വരുന്നത് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തെ കുറിച്ചാണ്. തമിഴ്നാട്ടിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെ ഗാർഗെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചത് സൈബറിടത്ത് വലിയ ചർച്ചയാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രിയെ ഭീകരൻ എന്നാണ് ഗാർഗെ വിളിച്ചത്. ഗാർഗെ ചെയ്തത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നത് പകൽ പോലെ വ്യക്തം. എന്തായാലും മോദിയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഖാർഗെയുടെ പരാമർശങ്ങളെ ഗൗരവത്തോടെ കണ്ടാണ് കമ്മീഷന്റെ ഈ നടപടി. ഈ പരാമർശം വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയെ അധിക്ഷേപിക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ BJP ശക്തമായാണ് രംഗത്തെത്തിയത്. BJPയുമായി കൈകോർത്ത AIADMK വിമർശിക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രിക്ക് ജനാധിപത്യത്തിലോ സമത്വത്തിലോ വിശ്വാസമില്ലെന്നും അദ്ദേഹം ഒരു ഭീകരനാണെന്നുമാണ് ഖാർഗെ ആരോപിച്ചത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇത്തരമൊരു നീചമായ പദപ്രയോഗത്തിലൂടെ അധിക്ഷേപിച്ചത് രാഷ്ട്രീയ പാപ്പരത്വമാണെന്നും പരാജയഭീതി മൂലം കോൺഗ്രസ് സമനില തെറ്റിയ നിലയിലാണെന്നും BJP കുറ്റപ്പെടുത്തുന്നുണ്ട്. വിവാദം ശക്തമായതോടെ താൻ ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുന്നു എന്നാണെന്ന വിശദീകരണവുമായി ഖാർഗെ രംഗത്തെത്തി. എന്നാൽ ഈ വിശദീകരണം മുഖവിലക്കെടുക്കാൻ BJP തയ്യാറായില്ല. ബോധപൂർവം പ്രധാനമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യാനാണ് കോൺഗ്രസ് അധ്യക്ഷൻ ശ്രമിച്ചതെന്ന് BJP നേതൃത്വം ആരോപിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള BJP സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് നേരിട്ട് പരാതി നൽകിയതിനെ തുടർന്നാണ് നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ഖാർഗെയുടെ പ്രസ്താവനയെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. തമിഴ്നാട്ടിൽ BJPയും NDA സഖ്യവും ഉണ്ടാക്കുന്ന വലിയ മുന്നേറ്റത്തിൽ പരിഭ്രാന്തരായതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം നിലവാരമില്ലാത്ത പരാമർശങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് പാലിക്കേണ്ട പ്രാഥമിക മര്യാദകൾ പോലും ഖാർഗെ ലംഘിച്ചതായും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതേസമയം ഖാർഗെക്ക് നോട്ടീസ് അയച്ച കമ്മീഷൻ നടപടിക്കെതിരെ ഇടത് നേതാക്കൾ കലിപ്പിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ താല്പര്യപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ബിനോയ് വിശ്വത്തെ പോലെയുള്ളവരുടെ ആരോപണം. എന്നാൽ പ്രധാനമന്ത്രി പദത്തിന്റെ അന്തസ്സ് കെടുത്തുന്ന ഇത്തരം വിഷലിപ്തമായ രാഷ്ട്രീയത്തോട് ജനങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതികരിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് BJP. ഖാർഗെ പരസ്യമായി മാപ്പ് പറയണമെന്ന ആവശ്യം BJP ക്യാമ്പുകളിൽ ശക്തമായി കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവികാരം കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും എതിരാണ് എന്നതിന്റെ തെളിവായിട്ടാണ് ഈ സംഭവത്തെ BJP നോക്കിക്കാണുന്നത്. ഖാർഗെ നടത്തിയ പ്രസ്താവനയിൽ അമിത്ഷായും ശക്തമായാണ് പ്രതികരിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ സഹകരണം കാരണം ഖാർഗെയും അപ്രസക്തമായ പ്രസ്താവനകൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നുവെന്നും മോദിയെ ആവർത്തിച്ച് വിമർശിക്കുന്നത് പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യില്ല എന്നും പറഞ്ഞ ഷാ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അസമിൽ ഏറ്റവും നിരാശാജനകമായ ഫലമായിരിക്കും കോൺഗ്രസിന് ലഭിക്കുക എന്നും തുറന്നടിച്ചു. ബംഗാളിൽ കോൺഗ്രസ് അക്കൗണ്ട് തുറന്നേക്കാം, പക്ഷെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കോൺഗ്രസിന് ഇരട്ടക്കയം തികയ്ക്കാനാകില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്.